കാലഘട്ടത്തിൽ നടത്തിയ ആ പോരാട്ടത്തിനെയും നിഷ്കരുണം അടിച്ചമർത്തി എന്നുള്ളതാണ് സത്യം. ആ നിഷ്കരണം അടിച്ചമർത്തുക മാത്രമല്ല, അടിമകൾക്ക് ഇനിയും ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടത്താതെ മറ്റുള്ളവരെ അതിന് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ റോം മുതൽ കാപ്രി വരെയുള്ള തെരുവോരങ്ങളിൽ ഈ അടിമകളുടെ ഏകദേശം 6000-ൽ പരം അടിമകളുടെ ശവശരീരങ്ങൾ തലകുത്തി നിർത്തിപ്പെട്ടു എന്നാണ് ചരിത്രം എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ കൂടി പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കലാപങ്ങളും പോരാട്ടങ്ങളും ഒക്കെ ജനങ്ങളിൽ നടക്കുന്ന സന്ദർഭത്തിൽ അവയെ അടിച്ചമർത്തുന്നതിന്റെ ഫലമായിട്ട് ജനങ്ങളിൽ നിരാശയും നിസ്സഹായ അവസ്ഥയൊക്കെ ഉണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ആ നിരാശയും നിസ്സഹായ അവസ്ഥയൊക്കെ നിന്നുള്ള ഒരു മോചനമായിട്ട് അവർ കൂടുതൽ ആശ്രയിച്ചത് ആത്മീയ കാര്യങ്ങളിലായിരുന്നു. അതിന് കൂടുതൽ ഇത് വരുന്നത് ക്രിസ്തുവിന്റെ വരവോടുകൂടിയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് തന്നെ ഈ രീതിയിലുള്ള ആത്മീയ ആചാര്യന്മാർ, യക്ഷയമാവ്, അതുപോലെ തന്നെ റേമാവ് തുടങ്ങിയ ആത്മീയ ആചാര്യന്മാര് ആളുകൾക്ക് ഈ മോചനത്തിനുള്ള അവരെ ആത്മീയതയിലേക്ക് നയിക്കുകയും ആ രീതിയിൽ ഈ അടിമകൾ ആയിട്ടുള്ള ആളുകളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്ത ഒരു ചരിത്രം ഉണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് അടിമകൾക്കും മറ്റു അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും ഒരു വലിയ മോചനമുണ്ടാകുന്നത് ക്രിസ്തുവിന്റെ വരവോടുകൂടി ആണ്. ക്രിസ്തുവിന്റെ വരവോടുകൂടി അടിമകൾക്ക് ഒരു മോചനമുണ്ടാകുകയും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാം തന്നെ സമീപിക്കുവാനും അവർക്ക് തന്നിൽ കൂടി മോചനമുണ്ടാകും എന്നുള്ള ഒരു പ്രഖ്യാപനം ക്രിസ്തു നടത്തുകയും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഇതിനെയും മറ്റു വിഭാഗങ്ങൾ, പുരോഹിത വർഗ്ഗങ്ങൾ, അന്ന് നിലവിലിരുന്ന പുരോഹിത വർഗ്ഗങ്ങൾ ചോദ്യം ചെയ്യുകയും ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്നവരെ ക്രൂശിക്കുകയും ക്രിസ്തുവിനെ അവര് ക്രൂശിക്കുന്ന വിധേയമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അതിന്റെ ഫലമായിട്ട് ക്രിസ്തുമതം ഏകദേശം 2-3 നൂറ്റാണ്ടുകളോളം അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നെങ്കിൽ തന്നെയും പിന്നീട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതമായിട്ട്, ഒരു കൂട്ടായ്മയായിട്ട് ക്രിസ്തുമതം പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ലോകത്തിന്റെ തന്നെ ചരിത്രം എന്ന് അദ്ദേഹം പറയും. പിന്നീട് അദ്ദേഹം വീണ്ടും ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. ഇപ്പം ലോകത്തിലുള്ള 1-2 സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. റോമാ സാമ്രാജ്യത്തിലെ അടിമകൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഈജിപ്തിലെ പിരമിഡുകളുടെ നിർമ്മിതിക്ക് വേണ്ടി അടിമകൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, പിന്നെ ക്രിസ്തുമതത്തിന്റെ ഉദയവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലഘൂകരണവും നമ്മൾ നൽകി. ക്രിസ്തുവിന് മുമ്പ് തന്നെ ധാരാളം പുരോഹിതന്മാർ ഇങ്ങനെയുള്ള അടിമകളുടെ മോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഇന്ത്യയിൽ നടന്നു വന്ന അടിമത്ത വിരുദ്ധ പോരാട്ടങ്ങളെക്കുറിച്ച്. ലോകത്തില് നിലവിലിരുന്നത് ഫ്യൂഡൽ വ്യവസ്ഥയായിരുന്നു നിലവിലിരുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും ഈ ഫ്യൂഡൽ വ്യവസ്ഥ നിലവിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ആ ഫ്യൂഡൽ വ്യവസ്ഥ ജാതി വ്യവസ്ഥയുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജാതിയിൽ ഏറ്റവും താഴ്ന്ന വിഭാഗങ്ങൾക്കാണ് ഇന്ത്യയിലെ കൂടുതൽ ഈ അടിമത്തത്തിന്റെ ക്രൂരത ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നാണ് അദ്ദേഹം ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ ഈ അടിമത്ത വ്യവസ്ഥ കേരളത്തിലും നിലവിലിരുന്നു. താഴ്ന്ന ജാതിക്കാർ അവരെ അടിമകളെ പോലെയാണ് കരുതപ്പെട്ടിരുന്നത്. അവരെ കണ്ടാൽ മാത്രമല്ല, തൊട്ടാലും കണ്ടാലും ഒക്കെ തന്നെ അവർക്ക് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ ഈ കൊച്ചി കേരളത്തിൽ, ഇന്ത്യയിൽ ഒക്കെ തന്നെ നിലവിലിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിലെ അടിമജാതിക്കാരിൽ ഏറ്റവും ഹീനരെന്ന് കരുതപ്പെട്ട അധസ്ഥർക്കായിരുന്നു ഈ ജാതിവ്യവസ്ഥയുടെ, ഈ ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഏറ്റവും ദുഷിച്ച ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് പറയർ, കുറവർ, പുലയർ തുടങ്ങിയ സമുദായത്തിലെ ഉള്ള ആളുകൾക്കാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഈ കാലയളവിൽ തന്നെ 1811 അടിമത്ത സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ട് തിരുവിതാംകൂർ എന്ന് പറയുന്ന ദേശത്ത്, നമ്മുടെ സംസ്ഥാനം 3 നാട്ടുരാജ്യങ്ങളായിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി, പിന്നെ മദ്രാസിന്റെ ഭാഗമായിട്ടുള്ള മലബാർ ഏരിയ. അപ്പൊ ഈ സന്ദർഭത്തിൽ 1811 അടിമക്കച്ചവടം റാണി ലക്ഷ്മിഭായിയുടെ കാലത്ത് ഏകദേശം
ഒരു അടിമക്കച്ചവടം നിർത്തലാക്കിക്കൊണ്ടുള്ള ഒരു വിളംബരം റാണി ലക്ഷ്മിഭായി തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. എന്നാൽ ഈ വിളംബരത്തിൽ കൂടി മോചനമുണ്ടായത് ഏകദേശം 1,35,000 ഈഴവർ അടക്കമുള്ള വിഭാഗങ്ങൾക്ക് ഈ അടിമത്ത വ്യവസ്ഥയിൽ നിന്നും മോചനം ലഭിച്ചെങ്കിൽ തന്നെയും മറ്റു വിഭാഗങ്ങൾക്ക് പറയരായാലും കുറവരായാലും പുലയരായാലും പള്ളർന്ന് പറയുന്ന സമുദായമായാലും അവർക്ക് ഈ അടിമത്തത്തിൻ വ്യവസ്ഥയിൽ നിന്നുള്ള മോചനം ലഭിച്ചില്ല. ഈ കാലയളവിൽ തന്നെ 1855 മദ്രാസ് ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം, ഇവിടുത്തെ ഹാരിസ് പ്രഭു എന്ന് പറയുന്ന ഭരണത്തലവന്റെ നിർദ്ദേശാനുസരണം കൊച്ചി രാജ്യത്തും അടിമത്ത സമ്പ്രദായത്തിന് അടിമത്ത സമ്പ്രദായം അവസാനിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായി. എന്നിരുന്നാൽ അടിമത്ത സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായി കൊച്ചി രാജ്യത്തും. അതുപോലെ തന്നെ 1855 ജൂൺ മാസം 24 തിരുവിതാംകൂർ എന്ന് പറയുന്ന ദേശത്ത് സമ്പൂർണമായിട്ട് അടിമത്ത വിളംബരം പ്രഖ്യാപനം ഉണ്ടായി. എന്നാൽ കേരളത്തിലെ അധസ്ഥിത വർഗ ജനവിഭാഗങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേക്ക് ഫലമായിട്ട് ഈഴവരടക്കമുള്ള സമുദായങ്ങൾക്ക് ഈ അടിമത്ത വ്യവസ്ഥയിൽ നിന്നുള്ള മോചനം നേടിയെങ്കിലും ഏറ്റവും അടിത്തട്ടിൽ കിടന്ന ജാതി ശ്രേണിയിലെ ഏറ്റവും അടിത്തട്ടിൽ കിടന്ന ജനവിഭാഗങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു മോചനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. അതുപോലെ തന്നെ മതപരിവർത്തനം ഈ കാലയളവിലുണ്ടായി. ആ മതപരിവർത്തനത്തിന്റെ ഫലമായിട്ടും ഈഴവരടക്കമുള്ള ആളുകൾ മതപരിവർത്തനം നടത്തിയപ്പോൾ അവർക്ക് സമൂഹത്തിലൊരു മാന്യസ്ഥാനം ലഭിച്ചെങ്കിലും സാംഭവര് അതുപോലെ തന്നെ പുലയര് എന്നുള്ള വിഭാഗങ്ങൾ മതം മാറിയെങ്കിൽ തന്നെയും അവരെല്ലാം മത്തായി പറയനോ അല്ലെ മത്തായി പുലയനോ മാത്രമായിട്ട് ആ ഒരു ശ്രേണിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിലനിന്നിരുന്നത്. പിന്നെ അദ്ദേഹം വീണ്ടും ലോകകാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അത് അദ്ദേഹം സൂചിപ്പിക്കുന്ന റോമാ സാമ്രാജ്യത്തിൽ അംഗീകൃത മതം ആയി ക്രിസ്തുമതം പരിവർത്തനം ചെയ്യപ്പെട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2-3 നൂറ്റാണ്ടോളം അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിച്ച ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിൽ അംഗീകൃത മതമായതോടുകൂടി അതിലെ പുതിയ സാമൂഹ്യ വർഗങ്ങൾ അണിനിരന്നു. അതുപോലെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിച്ചു. അതിന്റെ ഫലമായിട്ട് യൂറോപ്പിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയായിട്ട് ഒരു ജന്മി സഭയായിട്ട് തന്നെ ക്രൈസ്തവ സഭ മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം പുതിയ സാമൂഹ്യ ക്രമങ്ങള്, സാമൂഹ്യ വിഭാഗങ്ങള് ആ ക്രൈസ്തവ സഭയിൽ അണിചേർന്നപ്പോൾ അതിന്റെ സ്വാധീനം വർദ്ധിച്ചു. സ്വാധീനവും അത് ജന്മിത്വവും നാടുവാഴിത്വവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ജന്മിത്വവും നാടുവാഴിത്വവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായതിന്റെ ഫലമായിട്ട് ധാരാളം വിമർശനങ്ങൾ ഉണ്ടായി. ആ വിമർശനത്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് യൂറോപ്പിൽ അതിനൊക്കെതിരെയുള്ള ആ ജന്മിത്വവും നാടുവാഴിത്വവുമായിട്ട് ക്രിസ്തീയ മതം സമരസപ്പെട്ടു പോയി. ആ സമരസപ്പെട്ടു പോയ കാലഘട്ടത്തിലാണ് അതിനെതിരെയുള്ള പോരാട്ടമായിട്ടാണ് യൂറോപ്പിലെ നവോത്ഥാന പ്രക്രിയ നടന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. പിന്നെ അദ്ദേഹം വീണ്ടും ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനം ഒരു ഫ്യൂഡൽ വിരുദ്ധ സമരമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലുണ്ടായ ലോകത്തിലുള്ള എല്ലാ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഫ്യൂഡൽ വിരുദ്ധ സമരം ആയിരുന്ന പോലെ തന്നെ ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഒരു ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെയുള്ള ഒരു പോരാട്ടം ആയിരുന്നു. എന്നാൽ ഈ ഫ്യൂഡൽ വ്യവസ്ഥയെ പോയത് ജാതി വ്യവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ജാതിയുടെ അധികാരഘടനയെ ചോദ്യം ചെയ്യുന്ന കലാപമായിട്ടും അതുപോലെ തന്നെ ജാതികൾക്കുള്ളിലെ ഒരു പരിഷ്കരണ പ്രക്രിയയുമായിട്ടാണ് ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനം ആരംഭിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തില് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ഈ അടിമത്ത വിരുദ്ധ പോരാട്ടങ്ങളിൽ കൂടി ആരംഭിച്ച കേരളത്തിലുള്ള നവോത്ഥാന പ്രക്രിയ ഏകദേശം 20-ാം നൂറ്റാണ്ടിന്റെ മധ്യമായപ്പോഴേക്കും ആധുനിക കേരളത്തിന്റെ സാമൂഹ്യ ഘടനയ്ക്ക് അടിത്തറവാകുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ആ കേരളത്തിലെ നവോത്ഥാന പ്രക്രിയ മാറി എന്നുള്ളതാണ് അദ്ദേഹം സ്ഥാപിക്കുകയാണ് ഈ അധ്യായത്തിൽ കൂടി ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ അന്തർദേശീയ തലങ്ങളിൽ അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ രാജ്യത്തിന്റെ ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ഒരു കാലഘട്ടം.
ആണ് അടിമവർഗ പോരാട്ടങ്ങൾ നടന്ന